കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. ഉദ്ധാനം ചെയ്ത കർത്താവ് ഇവരെ അഭിവാദ്യം ചെയ്യുന്നിടങ്ങളിലെല്ലാം ആദ്യത്തെ വാക്കാണത് ഷാലോം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാനിങ്ങനെ മരണത്തെ പോലും തോൽപ്പിച്ചുയർത്ത ഒരു ദൈവത്തിൻ്റെ കൂട്ടാളികളാണ് നിങ്ങൾ. അവൻ കൂടെയുള്ളിടത്തോളം കാലം നിങ്ങളെ ഈ ലോകത്തെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നും നിങ്ങളെ തളർത്തിക്കളയേണ്ട കാര്യമില്ല. ഷാലോം. നിങ്ങൾ എന്താ വിചാരിക്കണേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെന്നോ? ഇത് താളം തെറ്റുന്നതല്ല, ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കിയെടുക്കുന്നതല്ലേ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപോയെന്നോ? നിങ്ങളെ വിട്ടുപോയതല്ലല്ലോ, അയാൾ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്, അയാളുടെ സ്വന്തം വീട്ടിലേക്ക് സന്തോഷത്തോടെ എൻ്റെ കരം പിടിച്ച് യാത്രയായതല്ലേ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നേക്കുമായി പ്രത്യാശ അവസാനിച്ചെന്നു? അങ്ങനെയല്ലല്ലോ. കുറച്ചുകൂടെയൊക്കെ ഭേദപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഷാലോം. സമാധാനപ്പെടും. ഒന്നും നിങ്ങളെ ആകുലപ്പെടുത്താതിരിക്കട്ടെ. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയാണ് കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും. ഇതുവരെയും ഒന്നും ആയില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നതിന് പകരം നമുക്ക് അടുത്ത് തന്നെ റെഡിയാക്കും, കുഴപ്പമില്ല, കർത്താവ് തരും, കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയുന്നൊരു കുടുംബം ഉണ്ടല്ലോ.